ബെങ്കൻ ബെർത്ത എന്ന് പറഞ്ഞിട്ട് ഈ നോർത്ത് ഇന്ത്യൻ ഡിഷ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ് കേട്ടോ. നമ്മൾ വെറുതെ ഈ ബ്രിഞ്ചാൾ ആർക്കും ഇഷ്ടമില്ല, വഴുതനങ്ങ എന്നൊക്കെ പറഞ്ഞ് എഴുതി തള്ളാറുണ്ട് നമ്മുടെ മലയാളികൾ. പക്ഷേ നോർത്ത് ഇന്ത്യൻസ് അല്ല, കേരളം വിട്ടാൽ മതി, എന്തെല്ലാം തരത്തിലുള്ള വിഭവങ്ങളാണെന്നറിയോ ഈ ഒരു വഴുതനങ്ങ വെച്ചിട്ടുണ്ടാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ചോറിനൂടെ കഴിക്കാനായിട്ടായാലും ചപ്പാത്തിയുടെ കഴിക്കാൻ നല്ലതാണ്. ഞാനിവിടെ ഇതുപോലത്തെ 2-3 കത്രിക്കയാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത് വലിയ വഴുതനങ്ങ കിട്ടുന്നെങ്കിൽ അത് എടുത്താലും മതി കേട്ടോ. ഏത് തന്നെയായാലും എല്ലാത്തിൻ്റെയും ടേസ്റ്റൊക്കെ ഒരുപോലെ ആയിരിക്കും. ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് ഇതുപോലെ വെക്കുന്നുണ്ട്. കാരണം വഴുതനങ്ങ കട്ട് ചെയ്താൽ വെള്ളത്തിലിടണം, ഇല്ലെങ്കിൽ അത് കറുത്തു പോവും. ഇതുപോലെ കനം കുറച്ച് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കുരുവൊന്നും നമ്മൾ കളയണ്ട, കുരുവോടുകൂടി തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഞാൻ ഇവിടെ എല്ലാം കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിട്ട് ആണ് എടുക്കുന്നത്. വെള്ളം എല്ലാം ഊറ്റി കളയാൻ കേട്ടോ. വെള്ളത്തിൽ ഇട്ട് കഴുകിയെടുത്ത ശേഷം അത് മാറ്റി വെക്കുക. പിന്നെ വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ പൊടികളൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചാണ്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തോരം എരിവ് വേണം അതനുസരിച്ചാണ് ഈ പൊടികളൊക്കെ ചേർക്കേണ്ടത്. ഞാനിവിടെ അധികം എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ 1-2 തുള്ളി വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട്, ഒത്തിരി വെള്ളമായി പോകല്ലേ. നമ്മൾ ഈ വഴുതനങ്ങയും നന്നായിട്ട് വെള്ളമെല്ലാം പോയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മീനൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന പോലെ, വറക്കാൻ വെക്കുന്ന പോലെ ഇങ്ങനെ വെക്കുക. ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ മസാലയൊന്നും ഇതേ പിടിക്കത്തില്ല. അപ്പം വെള്ളമെല്ലാം പോയ ശേഷം ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഒരു 5 മിനിറ്റ് നേരം വെച്ചാൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ പരന്ന ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അധികം എണ്ണയൊന്നും വേണ്ട കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒന്ന് മൊരിഞ്ഞ് വന്നം, മസാലയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നം, വഴുതനങ്ങയും വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ചു വിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒത്തിരി തീയായി പോയി കഴിഞ്ഞാൽ മസാല കരിഞ്ഞു പോകും കേട്ടോ. അപ്പം തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം നമുക്കിതുപോലെ തിരിച്ച് മറിച്ചിട്ടൊന്നും വേവിച്ചെടുക്കണം. വെന്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇവിടെ വേവിച്ച വഴുതനങ്ങ എല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി വെക്കാം. ഇനി ആ സെയിം പാനിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ആദ്യമേ കുറച്ച് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 വെളുത്തുള്ളി മതി കേട്ടോ. പിന്നെ വറ്റൽമുളകും വെളുത്തുള്ളി ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വറ്റൽമുളക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇട്ട് കൊടുത്തത്. അല്ലെങ്കിൽ ചുട്ടെടുക്കുകയാണെങ്കിൽ ചുട്ടാലും മതി കേട്ടോ. അതിനുശേഷം ഞാനൊരു സവോള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം മുളകൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് മുരിഞ്ഞ് വരണം കേട്ടോ. അതുവരെ നമ്മൾ വഴറ്റിയെടുക്കണം. അതിന് ശേഷം ഒന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട് ഏകദേശം. തണുത്ത ശേഷം ഞാൻ ഇതുപോലെ മുളകും നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ആദ്യം ഒന്ന് ഇടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കൈകൊണ്ട് നന്നായിട്ട് ഞരടി എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത്. പിന്നെ മുളകൊക്കെ ആകുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു കല്ലേ വെച്ച് ഇടിച്ചെടുത്താലും മതി. ഇനി നമുക്ക് ഈ ഉള്ളി എല്ലാം കൂടെ വഴുതനയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഇടിച്ച് വെച്ചിരിക്കുന്ന മുളകും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. കംപ്ലീറ്റ് അങ്ങോട്ട് ഉടച്ചെടുക്കണ്ട കേട്ടോ. കുറച്ച് ഇതുപോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മതി, പകുതി ഉടച്ചെടുത്താൽ മതി കേട്ടോ. ഈ മുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് നിങ്ങൾക്ക് കൂട്ട് കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വാളംപുളിയുടെ വെള്ളം കൂടെ, ഒത്തിരി ആയി പോകണ്ട കേട്ടോ, വളരെ കുറച്ച് മതി. ഇനി വാളംപുളി ഇല്ല എങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചോപ്പ് ചെയ്ത് അങ്ങ് ഇട്ടിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബെങ്കൻ ബെർത്ത അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കഴിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയല്ലേ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ പിന്നെയും ഉണ്ടാക്കും. അതുപോലെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്.